ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടും ബസ്സുകൾ കയറാതെ ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ്. സാങ്കേതിക പ്രശ്നങ്ങളും സൗകര്യക്കുറവും കാരണം സ്റ്റാൻഡ് നാഥനില്ല കളരിയായി മാറി. കൂടാതെ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രവുമാണ് സ്റ്റാൻഡ്. പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. 2015 സ്റ്റാൻഡിന്റെ തറക്കല്ലിടൽ നടന്നത്. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി 1 കോടിയോളം രൂപ വിനിയോഗിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ തുറന്നു നൽകുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും ഇതുവരെ സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ടില്ല. സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നതിനും പുറത്തിറങ്ങുന്നതിനും 2 വഴികൾ വേണമെന്നിരിക്കെ ഒരു വഴി മാത്രമുള്ളത് നിയമക്കുരുക്കിനും വഴിവെച്ചിട്ടുണ്ട്. സ്റ്റാൻഡിന് ചുറ്റുപാടുമുള്ള സ്വകാര്യ സ്ഥലങ്ങൾ കാടുപിടിച്ചു കിടക്കുകയാണ്. കൂടാതെ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രവുമാണ് സ്റ്റാൻഡ്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയത്. ഉദ്ഘാടന മാമാങ്കം നടത്തിയ ഒരു ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയാണ് നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണുന്നത്. കാരണം ഇതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അനുമതി വാങ്ങാതെ, പ്രത്യേകിച്ച് RTA അനുമതി ഇല്ലാതെ ബസ്സുകൾക്ക് സുഖമായി കയറുന്നതിനും ഇറങ്ങുന്നതിനും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെയും ആളുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും യാതൊരു മുൻകരുതലും ഇല്ലാതെ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തുകയുണ്ടായി. ഇന്ന് വരെ ഒരു ബസ്സും ഇതിനകത്ത് കയറിയിട്ടില്ല. ഏതെങ്കിലും ബസ് പാർക്കിങ്ങിന് വേണ്ടി മാത്രം ഇവിടെ വന്നു പോകുന്നതെന്ന് ഒഴിച്ചാൽ യാത്രക്കാരുമായി ഒരു ബസ് ഇവിടെ വരുന്നില്ല. യാത്രക്കാർ ഇതിനകത്ത് കയറുന്നില്ല. ഇത് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന ഏതാണ്ട് 1 കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ ദുർവ്യയം ചെയ്തുകൊണ്ട് നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട്, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ കുറ്റകരമായ അനാസ്ഥയുടെ ഒരു മകുടോദാഹരണമാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ വേണ്ടി കഴിയുന്നത്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയാൽ മാത്രം പോരെന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നും ഇത് നഗരസഭയുടെ പിടിപ്പുകേടാണെന്നും മുൻ നഗരസഭ വൈസ് ചെയർമാൻ കൂടിയായ ലീഗ് നേതാവ് KK അസീസ് പറഞ്ഞു. ചെയർമാൻ പറയുന്ന കേട്ടും പിന്നെ കിണറിന് സ്ലാബിട്ട ഇതിന്റെ പ്രശ്നം. കിണറിന് സ്ലാബിട്ടുകൊണ്ട് മാത്രം തീരില്ല. ഇവിടെ ഒരു ബസ് 2 ബസ്സുകൾക്ക് സുഖമായി കയറി ഇറങ്ങി പോകാനുള്ള സൗകര്യം ഉണ്ടാവണം. അതിപ്പോൾ ഇല്ല. അത് ഉണ്ടാക്കുന്നതിന് ഇതിന്റെ ഈ സ്ഥലം സംഭാവന ചെയ്ത സ്ഥലം ഉടമകളുമായി ചർച്ച ചെയ്ത് അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള സ്ഥലം ലഭ്യമാക്കണം. അതല്ലെങ്കിൽ മറ്റൊരു ആക്സസ് വേറെ കണ്ടെത്തണം. അത് ഏത് രീതിയിലാണെങ്കിൽ അത് കണ്ടെത്താതെ ഇങ്ങനെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? മാത്രമല്ല, ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കും. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ കണ്ടല്ലോ. ശുനകന്മാരുടെയും അതുപോലെ തെരുവ് പട്ടികളുടെ വിഹാര കേന്ദ്രം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 6:30 മണിയായി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വന്നാൽ സാമൂഹ്യ വിരുദ്ധരുടെ അതുപോലെ അനാശാസ്യ പ്രവർത്തകരുടെ ഒക്കെ കേന്ദ്രമായിട്ട് ഈ ബസ് സ്റ്റാൻഡ് മാറിയിരിക്കണം. ജനങ്ങളുടെ നികുതി പണം അത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തകരുടെ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് ഈ ഭരണസമിതിക്ക് അവകാശപ്പെടാൻ കഴിയുക. മുനിസിപ്പൽ പ്രസിഡന്റ് CA ബക്കർ, സെക്രട്ടറി MK നജീബ് എന്നിവർക്കൊപ്പം പുതിയ സ്റ്റാൻഡ് സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KK അസീസ്. CCN ചെർപ്പുളശ്ശേരി.